കമ്പമെട്ട് സിഐ ഷമീർ ഖാൻ മർദ്ദിച്ച സംഭവത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി ഇടുക്കിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ മുരളീധരൻ. ഷമീർ ഖാനെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാണ് ആരോപണം. ഓട്ടോ ഡ്രൈവർ മുരളീധരൻ ഇടുക്കി എസ്.പിക്ക് നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ആദ്യം പ്രതികരണം. പരാതി നമ്മൾ കൊടുത്തു. അതിൻ്റെ പുറകെ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ വരുമ്പം കുറേ നാൾ പരാതി കഴിയുമ്പോൾ എല്ലാ പരാതികളും അങ്ങനെയാണ്. കുറേ നാൾ കഴിയുമ്പോഴത്തേന് ഇതങ്ങ് മാഞ്ഞ് പോകുന്ന ഒരു രീതിയിലാണ് നമ്മളെ ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. നീതി കിട്ടണം, എല്ലാവർക്കും കിട്ടണം. അതിനു വേണ്ടിയാണ് പിന്നീടാണെങ്കിലും തീരുമാനിച്ചതിലേക്ക് പോയത്. നമ്മൾ അവസാനം മനുഷ്യാവകാശ കമ്മീഷന് വരെ നമ്മൾ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇനി ഇതായില്ലേ കോടതിയും കൂടെ സമീപിക്കാം. മുഖ്യമന്ത്രിയുണ്ട്, കോടതിയും കൂടെ സമീപിച്ചിട്ട് തീരുമാനമായില്ലെങ്കിൽ മുഖ്യമന്ത്രിയും കൂടെ നമുക്ക് സമീപിച്ച് കാര്യങ്ങൾ. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേർന്നുണ്ട്. ജെയിൻ, എന്തുകൊണ്ടാണ് ഈ അനാസ്ഥ? അത് തെളിവായി നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ദൃശ്യങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ അനാസ്ഥ? ആര്യ, ഇപ്പോൾ ഇത് സംബന്ധിച്ച പുതിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇത് സംബന്ധിച്ച SP DYSPയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ട് DYSP നൽകി കഴിഞ്ഞു. അതിൽ പൂർണ്ണമായും ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിയമപരമായിട്ടുള്ള നടപടി മാത്രമാണ് CI സ്വീകരിച്ചത് എന്നുള്ള വിചിത്രമായ വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. അതായത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, ഒരു തവണ കരണത്തടിച്ച് നിലത്ത് വീണ ആളെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരാണ് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. അതിനുശേഷവും CI വീണ്ടും മടങ്ങി വന്ന് അയാളെ തല്ലുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ഇത് നിയമപരമായിട്ടുള്ള നടപടിയാണ് എന്ന വിശദീകരണമാണ് DYSPയുടെ റിപ്പോർട്ടിലുള്ളത്. ഡിസംബർ 31 തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഇവർ മദ്യപിച്ച് റൂട്ടിൽ പടക്കം പൊട്ടിക്കുകയായിരുന്നെന്നും 2 SIമാർ എത്തി പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ട് ഇവർ പോയില്ല എന്നുമാണ് DYSPയുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പറയാൻ കഴിയില്ല. കാരണം CI വന്ന് അല്പസമയത്തിന് ശേഷം വളരെ പ്രകോപിതനായി ഇവരെ പിടിച്ചു തള്ളുകയും അവിടെ കൂടിയിരുന്ന ആൾക്കാരെ പിടിച്ചു തള്ളുകയും അവരെ മർദ്ദിക്കുകയുമാണ് ഉണ്ടായത്. ഒരുപക്ഷെ അവർ മദ്യപിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതൊരു ക്രമസമാധാന പ്രശ്നമായി അവിടെ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നൊരു വിശദീകരണമാണ് SP ഭാഗത്തു നിന്ന് നൽകിയിരിക്കുന്നത്. ശരി.